സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആരംഭിച്ച മരിയൻ ധ്യാനം ഇന്ന് 5-ാം ദിവസം പൂർത്തിയാവുകയാണ്. മാതാവിൻ്റെ പ്രത്യേകമായ സ്തുതിക്കായി ഈ ഒക്ടോബർ മാസം നമ്മൾ ചെലവഴിച്ചു. അവസാനത്തെ 5 ദിവസമാണ് നമ്മൾ ഈ മരിയൻ ധ്യാനമായി മാതാവിൻ്റെ കൂടെ ചെലവഴിച്ചത്. മാതാവിൻ്റെ സർവത്തിലും മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചു. സർപ്പത്തിൽ തലയെ തകർത്ത മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒത്തിരി നാഥയായ കർമ്മല മാതാവിനെ കുറിച്ച് ചിന്തിച്ചു. ജപമാല രാജ്ഞിയായ മാതാവിനെ കുറിച്ച് ഇന്നലെയും നമ്മൾ ചിന്തിച്ചു. ഇന്നും ആ ചിന്ത തുടരുവാൻ പോവുകയാണ്. അങ്ങനെ പ്രത്യേകമായി നമ്മൾ മാതാവിൻ്റെ മഹത്വത്തിൻ്റെ ശക്തിയുടെ വിവിധ വശങ്ങളെ കുറിച്ച് ചിന്തിച്ചു. മാതാവിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള ഒരു പുതിയ ഉണർവും ഉന്മേഷവും നേടിയെടുക്കുകയാണ്. നമുക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഇന്നും ഭക്തിയോടെ, ശ്രദ്ധയോടെ, ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടി ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പാപാന്തകാരത്ത മൂടിയ മാനസം പാവനമാക്കിടണം. പാപാന്തകാരത്ത മൂടിയ മാനസം പാവനമാക്കിടണം. ജ്വാലകൾ വീശിയ ബോധത്തെ ആകവെ ശോഭനമാക്കിയാലും, ജ്വാലകൾ വീശിയ ബോധത്തെ ആകവെ ശോഭനമാക്കിയാലും, വെളിവിന്റെ കാതിലൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും, വെളിവിന്റെ കാതിലൊളി തൂകിയൻ ചേതന പരിരമ്യമാക്കിയാലും. പരിശുദ്ധാത്മാവേ നീ വന്നിടണം, ആത്മാവിനുള്ളിൽ നിറഞ്ഞിടണം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ ലോകത്തിന് വിവിധ ഭാഗങ്ങളായി നിലകൊള്ളുന്നു ആത്മീയമായി ഒരുമിച്ച് കൂട്ടി ഈ ഒരു ധ്യാനത്തെ സംബന്ധിക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നിവിടെ നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഇന്ന് വചനം പങ്കുവയ്ക്കുന്ന എന്നെയും, ഇതിലെ സംഗീതം ആലപിക്കുന്ന, ഗാന ശുശ്രൂഷ നടത്തുന്ന ഈ സഹോദരരെയും, ഇതിൻ്റെ ഛായാഗ്രഹണം നടത്തുന്ന സ്നേഹം നിറഞ്ഞ കുഞ്ഞുമോനെയും, മറ്റതിനോട് സഹകരിച്ച എല്ലാവരെയും, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കുകൊള്ളുന്ന, ഭക്തിപൂർവ്വം പങ്കുകൊള്ളുന്ന എല്ലാവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ ശക്തമായ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അങ്ങേ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷകൾ നടത്തുവാൻ, അത് സംബന്ധിക്കുവാനും, ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായ ആത്മീയ ഫലങ്ങൾ നേടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും
ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ രാജ്യങ്ങളെയും ലോകമെമ്പാടുമുള്ള സർവ്വരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കൂടുതൽ സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതം ഈ ലോകത്ത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നിരന്തരം ഞങ്ങൾക്ക് ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതിന് അങ്ങ് പ്രത്യേകമായി ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മ കർമ്മല മാതാവേ, ഞങ്ങളതിന് പൂർണ്ണമായി അങ്ങേ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളായി നിലനിൽക്കുവാൻ, അങ്ങേ മക്കളായി ജീവിക്കുവാൻ, അങ്ങേ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അങ്ങയുടെ മഹത്വവും അങ്ങയുടെ ഭക്തിയും, പ്രത്യേകിച്ച് ഉത്തിരിയ ജപമാല ഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ഉത്തമ മക്കളായി സേവകരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നന്മനേരം അമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ, കണ്ണിലുണ്ണിയാകും ഉണ്ണീശുതന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ, മാതാവേ മാതാവേ മണ്ണിൽ ദൈവം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര, മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര, ആശാപൂരം നീ, ആശ്രയതാരം നീ, പാരിൻ തായ നീ, മേരി ലോകമാതാ. കർമ്മല മാതാവിന്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുവാൻ
ഇന്നലെ തുടങ്ങി. ജപമാലയിലെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് വാചിക പ്രാർത്ഥനയും മാനസിക പ്രാർത്ഥനയും എന്ന് ഇന്നലെ നമ്മൾ കണ്ടു. അതിൽ വാചിക പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിച്ചു ഇന്നലെ. ഇന്ന് നമുക്ക് മാനസികമായ പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ച് ചിന്തിക്കാം. വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പരിമിതമായ ഈ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അല്പം നമുക്ക് ഈ മാനസിക പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഇന്നലെ കണ്ട് വാചിക പ്രാർത്ഥന നമ്മൾ മുൻകൂട്ടി ഒരുക്കി വച്ചിട്ടുള്ള ചിലപ്പോൾ നൂറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ള പരമ്പരാഗതമായ പ്രാർത്ഥനകളൊക്കെ ആയിരിക്കും. മാനസിക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ആന്തരികമായ പ്രചോദനമനുസരിച്ച് അപ്പോഴപ്പോൾ നമ്മൾ ഉരുവിടുന്ന മനസ്സിൽ വാചികമായിട്ട് പുറമേക്കല്ലെങ്കിലും മനസ്സിലും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരുക്കി വയ്ക്കുന്ന പ്രാർത്ഥനയാണ് മാനസിക പ്രാർത്ഥന. ജപമാലയിൽ ഈ മാനസിക പ്രാർത്ഥനയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ 15 രഹസ്യങ്ങൾ പഴയ രീതി അനുസരിച്ച്, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പുതിയ 5 രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, അതിനു മുൻപ് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ, ദുഃഖകരമായ രഹസ്യങ്ങൾ, മഹിമയ്ക്കടുത്ത രഹസ്യങ്ങൾ, ഇങ്ങനെ 3 ഗ്രൂപ്പായിരുന്നു. 5 വീതമുള്ള 3 ഗ്രൂപ്പ്. അങ്ങനെ 15 രഹസ്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കിയിരുന്നത്. ഈ ഓരോ ധ്യാന വിഷയം എടുത്തു പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, എന്നതിന്മേൽ ധ്യാനിക്കുക. കർത്താവ് ഗെത്സമനി തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഉയർത്തു എന്നതിന്മേൽ ധ്യാനിക്കുക. മരിച്ച 3-ാം ദിവസം ജയഘോഷത്തോടുകൂടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതിന്മേൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനത്തിൻ്റെ വിഷയമായിട്ടാണ് ഈ ഓരോ രഹസ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ധ്യാനത്തിന് വളരെ വലിയ പ്രാധാന്യം ഈ ജപമാല പ്രാർത്ഥനയിലുണ്ട്. നമ്മൾ വാചിക പ്രാർത്ഥന ചൊല്ലുന്നു. ഈ വാചിക പ്രാർത്ഥന തന്നെ ഈ വാസ്തവത്തിൽ മനസ്സിൻ്റെ സാന്നിധ്യം, മനസ്സിൻ്റെ ബോധ്യം ഒക്കെ ഇല്ലെങ്കിൽ അത് പ്രാർത്ഥനയാവില്ല, വെറും ഉദീകരണം മാത്രമാവും. ദമ്മത്തേസ് പറയുന്നത്, പ്രാർത്ഥനയുടെ ഗുരുനാഥി എന്നറിയപ്പെടുന്ന ദമ്മത്തേസ് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വാചിക പ്രാർത്ഥനയായാലും മാനസിക പ്രാർത്ഥനയായാലും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം, ഞാൻ ആരുടെ മുൻപിലാണ് നിൽക്കുന്നത്, ആരോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 2, അവരോട് സംസാരിക്കുവാൻ തുനിയുന്ന ഞാൻ ആരാണ്, എൻ്റെ അവസ്ഥ എന്താണ്, എനിക്കെന്ത് യോഗ്യത ഏതാണ് ഉള്ളത്. 3, എന്താണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഈ 3 കാര്യങ്ങളെക്കുറിച്ചും അവബോധത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങേണ്ടത്. അത് വാചിക പ്രാർത്ഥനയായാലും മാനസിക പ്രാർത്ഥനയായാലും. അപ്പോൾ ഈ വാചിക പ്രാർത്ഥനയിൽ ഈ കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ചിന്തിച്ചുകൊണ്ട് മനസ്സിൻ്റെ സാന്നിധ്യം അവിടെ വേണം. ഇനി അതിലുപരിയായി മാനസിക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കുറെ കൂടി മനസ്സിൻ്റെ പ്രവർത്തനം, മനസ്സിൻ്റെ ഉൾച്ചേരൽ കൂടുതൽ ആവശ്യമായി വരികയാണ്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അതിനു മുൻപ് 12-ാം പീസ് മാർപ്പാപ്പയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ധ്യാനമില്ലാത്ത, മാനസിക പ്രാർത്ഥനയില്ലാത്ത ജപമാല ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ആത്മാവില്ലാത്ത ശരീരം, അതിന് ജീവനില്ല, അത് വളരുകയില്ല, അത് പ്രവർത്തിക്കുകയില്ല, അത് ഒന്ന് മനസ്സിലാക്കുകയില്ല, അനുഭവിക്കുകയില്ല. അതാണ് ആ ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിലും ജപമാലയിലും ഈ ധ്യാനാത്മകത ഇല്ലെങ്കിൽ അത് ജീവനില്ലാത്ത, ആത്മാവില്ലാത്ത ശരീരം പോലെയാവും. അപ്പോൾ ആത്മാവ് വേണമെങ്കിൽ, ജീവൻ വേണമെങ്കിൽ ധ്യാനം ഉൾച്ചേർന്നിരിക്കണം. ധ്യാനത്തോടുകൂടി വേണം, ധ്യാനാത്മകമായിട്ട് വേണം.
നമ്മൾ ജപമാല ചൊല്ലുവാൻ. ഓരോ രഹസ്യവും അവതരിപ്പിക്കപ്പെടുന്നത് ഈ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ്. അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ മനസ്സ് ധ്യാനം നിർലീനമായിരിക്കണം, മനസ്സതിൽ മുഴുകിയിരിക്കണം. അങ്ങനെ വരുമ്പോഴേ നമ്മൾ ആവർത്തിച്ചു നന്മ നിറഞ്ഞു പറയും എന്ന പ്രാർത്ഥന കൂടുതൽ ശക്തമായി തീരുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് കൂടുതൽ ബലമുണ്ടാവുന്നത്. വിശുദ്ധ ഡോമിനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അൽബിജേൻസിയൻ ഭാഷണതയ്ക്കെതിരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് നൽകിയ നിർദ്ദേശം അതാണ്. ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, പ്രബോധിപ്പിക്കുക, എന്നിട്ട് ഈ ദശകം ചൊല്ലുക. 10 നന്മ നിറഞ്ഞു മറിയും. ആരംഭത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവ്, പിന്നെ ഒരു തിരുത്തുസ്തുതി. ഇങ്ങനെ ഈ ഒരു 10 നന്മ നിറഞ്ഞു മറിയും ചൊല്ലുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കൂടുതൽ സജീവമായി തീരും, നമ്മുടെ മനസ്സിലത് ആഴമായിട്ട് പതിയും. അതാണ് ജപമാലയുടെ പ്രത്യേകമായ ലക്ഷ്യമായി നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ ഡോമിനിക്ക് പ്രസംഗിച്ചതും പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതും അങ്ങനെയാണ്. ആ രീതിയിലാണ് നമ്മൾ ജപമാല ചൊല്ലേണ്ടത്. ജപമാല രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കണം, അത് ഹൃദയത്തിൽ ആഴമായി പതിച്ചെടുക്കണം. അതിൻ്റെ ആ ശക്തി നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം. എന്നിട്ട് നമ്മൾ നന്മ നിറഞ്ഞു മറിയമേ എന്ന ജപം ചൊല്ലി മാതാവിനെ മാലാഖയുടെ ആ പ്രകീർത്തനം എടുത്തു പറഞ്ഞുകൊണ്ട് ചൊല്ലിക്കൊണ്ട് മാതാവിനെ സ്തുതിക്കണം. ഇവിടെ ഈ പ്രത്യേകമായ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, ഈ ദൈവീകമായ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തണം, പ്രാർത്ഥിക്കണം. മാതാവിനോട് ചേർന്ന് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ജപമാല വാസ്തവത്തിൽ ഒരു പ്രാർത്ഥനയുടെ സ്കൂളാണെന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേകമായ അമ്മയുടെ പരിപാലനയിലുള്ള ഒരു പ്രാർത്ഥനയുടെ സ്കൂളാണ്, വിദ്യാലയമാണ് ജപമാല. കൊച്ചുങ്ങളെ അമ്മമാർ മടിയിലിരുത്തിക്കൊണ്ട് നന്മ നിറഞ്ഞു മറിയുമ്പോൾ ചൊല്ലുവാൻ പഠിപ്പിക്കും, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുവാൻ പഠിപ്പിക്കും, കുരിശ് വരയ്ക്കുവാൻ പഠിപ്പിക്കും, ദൈവികാര്യങ്ങൾ അവരുടെ ചെവിയിൽ ഓതിക്കൊടുക്കും. ആ മാതൃ വാത്സല്യത്തോടുകൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയുന്നത്. ഇവിടെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ അമ്മയായ മാതാവിൻ്റെ അടുത്ത് ചെന്ന് മാതാവിൻ്റെ മടിയിലിരുന്ന് മാതാവ് ഓതിത്തരുന്ന ഈ ദൈവരഹസ്യങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാതാവിനോട് ചേർന്ന് ദൈവിക സത്യങ്ങളെക്കുറിച്ച്, ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പോൾ മാതാവ് നമ്മെ പ്രാർത്ഥനയിൽ കൈപിടിച്ച് നടത്തുകയാണ്. മാതാവ് നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ്. ഇനി വേറൊന്നുകൂടി പറയുന്നത്, മാതാവ് നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ നമ്മെ മാതാവ് നയിക്കുന്നു. ഈ ഒരു ആത്മീയമായ വലിയൊരു അനുഭവം നമുക്ക് സാധാരണ നിലയിൽ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത അത്രയ്ക്ക് അവാച്യമായ ആഴമേറിയ ആത്മീയ അനുഭവം. അതാണ് നമ്മളുടെ ഈ പ്രാർത്ഥനാനുഭവം, ജപമാല പ്രാർത്ഥന അനുഭവം. അപ്പോൾ മാതാവിനോട് ചേർന്ന് ദൈവരഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയാണ് നമ്മുടെ ഈ ജപമാല. വാസ്തവത്തിൽ മാതാവിൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തു രഹസ്യങ്ങളെക്കുറിച്ചുള്ള, ക്രിസ്തു സംഭവങ്ങളെക്കുറിച്ചുള്ള, നമ്മുടെ രക്ഷാകരമായ രഹസ്യങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായൊരു ധ്യാനമായിരുന്നു മാതാവിൻ്റെ ജീവിതം. പ്രത്യേകിച്ചും കർത്താവിൻ്റെ മരണത്തിന് ഉദാഹരണത്തിന് ശേഷം ശിഷ്യന്മാർ പലയിടത്തുമായിട്ട് സുവിശേഷം പ്രസംഗിക്കുവാനും വിശുദ്ധ സത്യങ്ങൾ ജനങ്ങൾ പഠിപ്പിക്കാനും ഒക്കെയായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി. മാതാവ് ഏതാണ്ട് തനിച്ചായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മാതാവ് ആ സമയമൊക്കെ കഴിഞ്ഞുപോയ തൻ്റെ ജീവിത അനുഭവങ്ങളെ മുഴുവൻ, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മുഴുവൻ ഓർമ്മിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. മാതാവിൻ്റെ ജീവിതം തുടർച്ചയായ ഒരു ജപമാലയായിരുന്നു. യേശുവിൻ്റെ ജീവിത അനുഭവങ്ങൾ, യേശുവിൻ്റെ സംഭവങ്ങൾ
ദിവ്യ രഹസ്യങ്ങൾ, രക്ഷാകരമായ രഹസ്യങ്ങൾ, ഇതൊക്കെ മാതാവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നതും ഈ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ കൈവിരലുകൾക്കിടയിലൂടെ ജപമാല മണി ഉരുണ്ട് നീങ്ങുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലൂടെ ദൈവിക രഹസ്യങ്ങളുടെ പാവനമായ പരിശുദ്ധമായ ആ സ്മരണ തെളിഞ്ഞ് മിന്നി മറയുകയാണ്. അപ്പം മനസ്സും ശരീരവും ഒരേപോലെ വ്യാപകമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഈ രീതിയിലൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും ജപമാല ഒരു പ്രാർത്ഥനയല്ല, പ്രാർത്ഥന അനുഭവമല്ല, ബൈബിൾ അധിഷ്ഠിതമല്ല എന്നൊക്കെ പറയുന്നത് തീർത്തും വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മാതാവ് പഠിപ്പിച്ച രീതിയിൽ, മാതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജപമാലയുടെ അന്തസത്ത മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ, ആ ജപമാലയുടെ ശക്തി ഉൾക്കൊള്ളുവാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കും. വാസ്തവം നമ്മളെ പ്രാർത്ഥന വളർത്തുകയാണ്, ധ്യാനിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് മാതാവ്. പ്രാർത്ഥനാ ജീവിതത്തിൽ, ധ്യാനാത്മക ജീവിതത്തിൽ, കോൺടംപ്ലേഷൻ, നമ്മൾ ആ ഒരു പ്രാർത്ഥന രീതിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. ജപമാല ചൊല്ലുന്നത് വഴി മാതാവ് നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാതാവ് നിരന്തരം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ആ മാതാവിനോട് ചേർന്ന് നിന്ന്, മാതാവിൻ്റെ മടിയിലിരുന്ന്, മാതാവിൻ്റെ വാക്കുകൾ കേട്ട്, മാതാവിൻ്റെ ഉപദേശം സ്വീകരിച്ച് നമ്മൾ പൂർണ്ണമായും മാതാവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ജപമാല ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും അത് സമാനതകളില്ലാത്ത ആത്മീയ അനുഭവമായി മാറുക തന്നെ ചെയ്യും. ഇനി രഹസ്യങ്ങൾ നമ്മൾ പഴയ രീതി അനുസരിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വരുത്തിയ പരിഷ്കരണത്തിന് മുൻപ് 15 രഹസ്യങ്ങൾ, അതിന് നമ്മൾ 153 മണി ജപം എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് 15 രഹസ്യം നമ്മൾ 15 ദശകങ്ങളാകുമ്പോൾ 150 നന്മ നിറഞ്ഞു മാറിയ, അതിനോട് ചേർന്ന് ആരംഭമായി നമ്മൾ ചേർന്ന് 3 നന്മ നിറഞ്ഞു പറയും. അങ്ങനെയാണ് 153 മണി ജപം എന്ന് പറയുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന ഉപയോഗങ്ങൾ കൂടാതെ നന്മ നിറഞ്ഞു മറിയും മാത്രം 153. ഈ 153 മണി ജപമായിരുന്നു നമ്മൾ പരമ്പരാഗതമായി ചൊല്ലിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെ നടന്നിരുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ചു. 12 വയസ്സ് വരെയുള്ള ജീവിതം അവിടെ നമ്മൾ സംഗ്രഹിച്ച് ധ്യാന വിഷയമാക്കി. പിന്നീട് 12ാമത്തെ വയസ്സിന് ശേഷം നമ്മൾ നേരിട്ട് പോകുന്നത് ഗെത്സമനി തോട്ടത്തിലേക്കാണ്. ദുഃഖകരമായ രഹസ്യം. പിന്നെ അവിടുത്തെ ഉത്ഥാനവും മറ്റും അടങ്ങുന്ന മഹിമയ്ക്കൊത്ത രഹസ്യങ്ങൾ. അപ്പോൾ ഈ 12ാമത്തെ വയസ്സിലേക്ക് കർത്താവ് പഴയ നിയമത്തിലെ രഹസ്യ ജീവിതത്തിലെ ആ നസ്രത്തിലെ ഭവനത്തിലേക്ക് മടങ്ങുന്നത് മുതൽ പരസ്യ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വരെയുള്ള സമയം, അല്ലെങ്കിൽ ഗെത്സമനി തോട്ടത്തിൽ യാതനകൾക്ക് അനുഭവിക്കുന്നതിന് വരുന്ന ആ സമയം വരെയുള്ള ആ വലിയ സുദീർഘമായ കാലഘട്ടം. വാസ്തവത്തിൽ 3 വർഷമേ ഉള്ളൂ. 33 വർഷത്തിൽ 30 വർഷവും രഹസ്യ ജീവിതത്തിലാണ് കർത്താവ് ചെലവഴിച്ചത്. ഇനി ഇതിന് ഇടയിലുള്ള ഈ 3 വർഷം കർത്താവ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും ഈ 3 വർഷമാണ്. സംഭവ ബഹുലമായ ജീവിത ഭാഗമാണ് ഈ 3 വർഷം. ഈ 3 വർഷത്തെക്കുറിച്ച് നമ്മുടെ ജപമാലയിൽ, പരമ്പരാഗത ജപമാലയിൽ യാതൊരു സൂചനയുമില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഒരു പരിമിതി പലരുടെയും പ്രോത്സാഹനവും അഭ്യർത്ഥനയും യാചനയും ഒക്കെ പരിഗണിച്ച് പ്രാർത്ഥിച്ച് എടുത്തൊരു തീരുമാനമാണ് ഈ പരസ്യമായ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 5 രഹസ്യങ്ങൾ കൂടി ചേർക്കുക. അങ്ങനെ കർത്താവിൻ്റെ ജോർദാൻ നദിയിലെ ജ്ഞാനസ്നാനം, കാനായിലെ കല്യാണ വീതിയിൽ വെച്ച് നടത്തിയ അത്ഭുതം, സുവിശേഷ പ്രസംഗത്തിനായിട്ട് ചെലവഴിച്ച പരസ്യ ജീവിതകാലം, പിന്നെ താബോർ മലയിൽ വെച്ച് രൂപാന്തരം പ്രാപിച്ചത്, അവസാനമായി സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ച് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. പരസ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 മുഹൂർത്തങ്ങളെ
പ്രത്യേകമായും തിരഞ്ഞെടുത്ത് ജപമാലയിൽ ചേർത്ത് അങ്ങനെ 20 രഹസ്യങ്ങളാക്കി. പിന്നീട് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ചരിത്രം പറയുന്നത് പോലെ തന്നെ കർത്താവ് ഗെത്സമനി തോട്ടത്തിലേക്ക് പോകുന്നു. അവിടെ ദുഃഖകരമായ സംഭവങ്ങൾ ആരംഭിക്കുന്നു. അതാണ് ദുഃഖകരമായ രഹസ്യങ്ങൾ. അവിടെ കർത്താവിൻ്റെ ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥന, അവിടുന്ന് ചമ്മട്ടിയിടി ഏൽക്കുന്നു, മുൾക്കിരീടം അണിയിക്കപ്പെടുന്നു, കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോകുന്നു, കുരിശിൽ തറച്ച് വധിക്കപ്പെടുന്നു. ഈ 5 കാര്യങ്ങളും ചേർത്താണ് ദുഃഖകരമായ രഹസ്യങ്ങൾ നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം അവിടുത്തെ മഹിമയേറിയ ഉദ്ധാനം, ഈ ഉദ്ധാനത്തിൻ്റെ വിഷയങ്ങളും 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു, മഹിമയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു, സ്വർഗത്തിലെത്തി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പിന്നെ തൻ്റെ ഈ പ്രവൃത്തിയിലെല്ലാം മനുഷ്യൻ്റെ രക്ഷണീയ കർമ്മങ്ങളിൽ സഹകരിച്ച മാതാവിനെ പ്രത്യേകമായും ആദരിക്കുന്നതാണ്, പ്രതിസമ്മാനിക്കുന്നതാണ് മാതാവിൻ്റെ സ്വർഗാരോപണവും കിരീടധാരണവും. ഇങ്ങനെയാണ് നമ്മൾ 20 രഹസ്യങ്ങൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ 20 രഹസ്യങ്ങളിലൂടെ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ നമ്മുടെ ചിന്താ വിഷയമാക്കി, പഠന വിഷയമാക്കി, പ്രാർത്ഥന വിഷയമാക്കി കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒന്ന്, നമ്മൾ ജപമാലയുടെ ആരംഭത്തിൽ ജപമാലയുടെ അറ്റത്ത് ബന്ധിച്ചിരിക്കുന്ന ആ കുരിശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ഈ വിശ്വാസ പ്രമാണം വാസ്തവത്തിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ആധാരം. ഈ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ എല്ലാ ആധ്യാത്മികതയ്ക്കും ആധാരം. അതുകൊണ്ട് വിശ്വാസ പ്രമാണം, അതും 12 ശിഷ്യന്മാർ ഒരുമിച്ച് എഴുതിയുണ്ടാക്കിയ സമാഹാരമാണ്. വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളുടെ സമാഹാരമാണ് വിശ്വാസ പ്രമാണം എന്നൊക്കെയാണ് പറയുക. അപ്പം ഇത് നമ്മൾ ആദ്യമേ ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഏറ്റു പറയുന്നു, വിശ്വാസം അംഗീകരിച്ചുകൊണ്ട് ദൈവത്തോട് വിധേയത്വം ഏറ്റു പറയുന്നു, പിതാവ് ദൈവത്തെ അംഗീകരിക്കുന്നു, പുത്രനായ യേശുവിൻ്റെ രക്ഷണീകർമ്മത്തിൽ ഭാഗവാക്കാകുവാൻ നമ്മെ തന്നെ വീണ്ടും വീണ്ടും സമർപ്പിക്കുന്നു. അങ്ങനെ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നമ്മൾ നല്ലൊരു ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ ഒന്നുകൂടി പുതുക്കുകയും ഒന്നുകൂടി ആഴപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്നിട്ട് 3 നന്മ പറഞ്ഞു അറിയും ചൊല്ലുന്ന 3 ദൈവിക രഹസ്യങ്ങൾക്ക് വേണ്ടിയാണ്. വിശ്വാസം, പ്രത്യാശ, ശരണം, അല്ലെങ്കിൽ പ്രത്യാശ, സ്നേഹം, അല്ലെങ്കിൽ ഭക്തി. ഈ 3 സുഹൃത്തുക്കളും പ്രത്യേകം ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ 3 നന്മ പറഞ്ഞു അറിയും നമ്മൾ ചൊല്ലുന്നത്. അതിനുശേഷമാണ് 5 രഹസ്യങ്ങൾ വരുന്നത്. ഈ 5 രഹസ്യങ്ങളും വിധം നമ്മൾ 4 ഗ്രൂപ്പായിട്ട് ചേർക്കുമ്പോൾ 20 രഹസ്യങ്ങൾ ദശകങ്ങളായി മാറും. ഇതിൽ ചൊല്ലുന്ന രഹസ്യങ്ങൾ, ധ്യാനിക്കുന്ന ദിവസങ്ങൾ എങ്ങനെ മനോഹരമായിട്ടാണ് സമ്മേളിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന കാര്യങ്ങൾ, യേശുവിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രം അതിൽ നടത്തിയെടുത്ത് ഒന്ന് വിശദീകരിച്ച് ധ്യാന വിഷയമാക്കി നമ്മുടെ മനസ്സിൽ ആഴമായി പതിച്ചെടുക്കുകയാണ്. അത്രയ്ക്ക് വളരെ മനോഹരമായും സൈക്കോളജിക്കലായിട്ടും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അപ്പം അവിടെ കർത്താവിൻ്റെ ജനം നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ സർവശക്തൻ ദൈവത്തെ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും വിശ്വസിക്കുന്നു. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചുമുള്ള വിശ്വാസം. എന്നിട്ട് ഈ പുത്രനെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ കൂടുതൽ വിശദമായി എടുത്തു പറഞ്ഞ് വിശദീകരിച്ച് ധ്യാന വിഷയമാക്കുകയാണ്. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും പിറന്നു. ഇതാണ് നമ്മൾ സന്തോഷകരമായ രഹസ്യങ്ങളിൽ ധ്യാന വിഷയമാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താൽ മാതാവ് വചനം മാംസമായി മാതാവിൻ്റെ ഉദരത്തിൽ സംജാതമാവും. യേശുവിന് ഗർഭം ധരിക്കുന്നു. എലിസബത്ത് സന്ദർശിക്കുന്നു. മാതാവിന് പരിശുദ്ധാത്മാവിൻ്റെ
ഒക്കെ പ്രചോദനത്താൽ മാതാവ് ചെയ്ത വലിയൊരു ത്യാഗ സ്നേഹ പ്രവൃത്തി. തന്നെ പോലെ തന്നെ ദൈവത്തിന് പ്രത്യേകമായ കടാക്ഷത്താൽ ഗർഭവതിയായിരിക്കുന്ന തൻ്റെ എലിസബത്തിനെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ സഹായം ആവശ്യമാണെന്ന് അങ്ങോട്ട് സഹായിക്കാൻ പോകുന്നു. 3, അവിടെ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ജനനം, ദേവാലയത്തിൽ സമർപ്പണം, 12ാം വയസ്സിൽ ദേവാലയത്തിൽ വച്ച് യേശുവിനെ വീണ്ടും കണ്ടുമുട്ടുന്ന ആ അനുഭവം, എത്രയും കാര്യങ്ങൾ ഉൾച്ചേർത്താണ് സന്തോഷകരമായ രഹസ്യങ്ങൾ കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ടുള്ള, ശൈശവത്തോട് ബന്ധപ്പെട്ടുള്ള രഹസ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായും സന്തോഷകരമായ രഹസ്യങ്ങൾ, വാസ്തവത്തിൽ കർത്താവിൻ്റെ സാധുവാർത്ത, മംഗളവാർത്ത, എലിസബത്ത് സന്ദർശനം, കർത്താവിൻ്റെ ജനനം എല്ലാവർക്കും സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന, ഒരു നിർവൃതി പകരുന്ന അനുഭവങ്ങളാണ്. പ്രത്യേകിച്ചും എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ ആ കുടുംബത്തിന് വന്ന സന്തോഷം. എലിസബത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞു. എലിസബത്ത് ഉദരത്തിലെ ശിശു സന്തോഷം കൊണ്ട് കുതിച്ചു ചാടി. എലിസബത്ത് മാതാവിന് പ്രകീർത്തിച്ചുകൊണ്ട് തൻ്റെ വാർദ്ധക്യവും അസുഖവുമൊക്കെ മറന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രകീർത്തിച്ചുകൊണ്ട് മാതാവിനെ പുകഴ്ത്തുന്നു. സന്തോഷത്തിൻ്റെ ഒരു വിസ്ഫോടനമാണ് വാസ്തവത്തിൽ നമ്മൾ അവിടെ കാണുന്നത്. ഇനി ജനനം, മാലാഖ പറയുന്നത് ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്ത, സതുവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായിരുന്നു കർത്താവിൻ്റെ ജനനത്തിൻ്റെ ആ വാർത്ത. ഇന്നും ലോകം മുഴുവനും വളരെയേറെ ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതും ഏറ്റവും അധികം ഒരു സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതും ക്രിസ്മസിനോടനുബന്ധിച്ചാണ്. പക്ഷേ വളരെ ദുഃഖകരമായൊരു കാര്യം, ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസാണ് മിക്കവാറും ആഘോഷിക്കപ്പെടുന്നത്. ഈ സന്തോഷത്തിൻ്റെ മുഖ്യ കാരണമായ യേശുവിൻ്റെ ജനനം, യേശു എന്ന വ്യക്തി പൂർണ്ണമായും തമസ്കരിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു, എടുത്തു മാറ്റി കളഞ്ഞു. എന്നിട്ട് അവിടെ വെറും ഭൗതികമായ, ലൗകികമായ, ജഡികമായ, പാപകരമായ തന്നെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ കൊണ്ട് നിറച്ച് വികലമാക്കി തീർത്തിരിക്കുകയാണ്. അത് നന്മ നിറഞ്ഞു നിന്നെടുത്ത് സത്താൻ കടന്നു വന്ന് അതിനെ വികലമാക്കിയ ഒരു രംഗമായിട്ട് നമുക്കിത് കാണുവാൻ കഴിയും. ഏതായാലും സന്തോഷത്തിൻ്റെ വാർത്തയാണ് കർത്താവിൻ്റെ ജനന വാർത്ത. ഇനിയും മാതാവ് ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അവിടെയും 2 പ്രവാചകന്മാർ, അവരും ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഇനി എന്നെ സന്തോഷത്തോട് പറഞ്ഞയച്ചാലും അങ്ങനെയോട് വാഗ്ദാനം ചെയ്തിരുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. വാർദ്ധക്യത്തിൽ എന്തൊരു നിർവൃതി, എന്തൊരു സന്തോഷം! ജീവിതം ഇനി ഈ ലോകത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഇല്ല, ഇനി ദൈവത്തിലേക്ക് പോയാൽ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക്, ആ വലിയ സന്തോഷത്തിൻ്റെ നിറവിലേക്ക് ശിമിയോൻ ഉയർത്തപ്പെടുകയാണ്. ഉണ്ണി കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നു, മാതാവിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ ഹന്ന എന്ന പ്രവാചികയും അത് തന്നെ പറയും. സന്തോഷത്തോടുകൂടി യേശുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ ദേവകുമാരനെ പറഞ്ഞു കൊടുക്കുന്നു, പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇനി അടുത്തത് 5-ാം രഹസ്യം, ദേവാലയത്തിൽ ബാലനായ യേശുവിനെ കണ്ടെത്തുന്നു. അവിടെയും അല്പം ഒരു ദുഃഖത്തിൻ്റെ അനുഭവം കടന്നു വരുന്നുണ്ട്. യേശുവിനെ കാണാതായി അന്വേഷിച്ച് നടന്നു. പിന്നീട് കണ്ടുമുട്ടുന്നു. ദേവാലയത്തിൽ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷം, തൻ്റെ മകൻ യേശുവിനെ കണ്ടെത്തിയെന്ന് തന്നെയല്ല, തൻ്റെ മകൻ വലിയ ജ്ഞാനികളായ പണ്ഡിതരായ ആ വേദശാസ്ത്രികളെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട്, ഉത്തരം മുട്ടിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്നതാണ് ഈ അമ്മയും ഔസേപ്പിതാവും കാണുന്നത്. അപ്പം അങ്ങനെ സന്തോഷം എങ്ങും പകർത്തുന്ന രഹസ്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സന്തോഷകരമായ
5 രഹസ്യങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് പ്രകാശത്തിൻ്റെ രഹസ്യം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചേർത്ത ആ 5 രഹസ്യങ്ങൾ. അതിലും ആദ്യത്തേത് ജോർദാൻ നദിയിൽ വച്ച് സ്നാനം സ്വീകരിക്കുന്നു. ലോകത്തിന് മുഴുവൻ പ്രകാശമായി കർത്താവായ യേശുവിനെ പിതാവായ ദൈവം അംഗീകരിച്ച് ഏറ്റുപറയുന്ന ഇവനെൻ്റെ പ്രിയപുത്രനാണ്, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. പരിശുദ്ധ പിതാവ് തൻ്റെ പിതാവായ ദൈവം തൻ്റെ അംഗീകാര മുദ്ര യേശുവിൽ പതിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പിന്നെ കാണുന്ന കാനായിലെ കല്യാണം വരുന്നു. മാതാവിന് മാധ്യസ്ഥ ശക്തി. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ പറയാതെ തന്നെയും കടന്നു വന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. യേശുവിന് മുമ്പിൽ ആ മാധ്യസ്ഥതയ്ക്ക് അത്ര വലിയ ശക്തിയുണ്ട് എന്നൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് ഈ കാനായിലെ കല്യാണം വീരിൽ നടന്ന ആ സംഭവം എടുത്തു കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശിതമാക്കുവാൻ മാതാവിൻ്റെ സാന്നിധ്യ സഹായവും എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ അപാകതകളും പോരായ്മകളും കുറവുകളും നികത്തുവാൻ മാതാവ് തൻ്റെ മധ്യസ്ഥ ശക്തി നമുക്ക് അനുകൂലമായി പ്രകടിപ്പിക്കും. അതാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. മൂന്നാമത്, സുവിശേഷം പ്രഘോഷണത്തിനായി ഇറങ്ങിപ്പോകുന്നു. ഞാൻ ലോകത്തിന് പ്രകാശമാകും, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കുന്നില്ല. പ്രകാശമായ യേശു തന്നെ തന്നെ അന്ധകാര നിബിഡമായ ലോകത്തെ വെളിപ്പെടുത്തുന്ന ആ സംഭവമായിരുന്നു സുവിശേഷ പ്രഘോഷണം. വീണ്ടും അവിടുന്ന് താബോർ മലയിൽ വച്ച് രൂപാന്തരപ്പെടുന്നു. അതും തൻ്റെ മറഞ്ഞിരുന്ന ദൈവീക പ്രകാശം ബഹിസ്ഫുരണം നടത്തുവാൻ, ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് സ്വയം അനുവദിച്ച ഒരു സംഭവം ആയിട്ടാണ് നമുക്ക് അതിനെ കാണുവാൻ കഴിയുക. ഇനി 5ാമത് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവനും ഇരുൾ നിറഞ്ഞ ജീവിതത്തെ പ്രകാശപൂർണമാക്കുവാൻ പര്യാപ്തമായ വലിയൊരു കർമ്മമാണ് കർത്താവ് ചെയ്തത് പരിശുദ്ധ കുർബാന സ്ഥാപനം. ഈ പരിശുദ്ധ കുർബാനയിലൂടെ തന്നെ തന്നെ നമുക്കായി നൽകിക്കൊണ്ട് നമ്മുടെ ഇരുളടഞ്ഞ ഹൃദയങ്ങളെ പ്രകാശപൂർണമാക്കി പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. ഇങ്ങനെ ഈ രഹസ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഈ വിധം ആഴമായി ധ്യാനിച്ച് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ആ ചൈതന്യപ്രകാരം ജീവിക്കുവാനുള്ള നിശ്ചയത്തോടു കൂടിയാണ് ജപമാല ചൊല്ലുന്നതെങ്കിൽ തീർച്ചയായും എത്ര വലിയ വ്യതിയാനം. നമ്മൾ വാസ്തവത്തിൽ ക്രമേണ യേശുവുമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും, യേശുവായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ആരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ആരെ കൂടുതൽ ഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്തു, ആ ആളിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ പരിശുദ്ധ കുർബാന യേശുവിനെ കുറിച്ച് ചിന്തിക്കും തോറും, യേശുവിനെ കൂടുതൽ സ്നേഹിക്കും തോറും, യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കും തോറും നമ്മൾ യേശുവായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങൾ പൂർണ്ണമായും രൂപാന്തരപ്പെടുന്നത് വരെ. അപ്പോൾ രൂപാന്തരപ്പെടുമെന്ന് തന്നെയാണ് പൗലോസ് നമ്മൾ ഓരോരുത്തർക്കും നൽകുന്ന ഉറപ്പ്. നമ്മൾ അവിടുത്തെ യേശുവിനെ പോലെ ആയിത്തീരും. അതിനെ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ജപമാല. പ്രത്യേകിച്ചും രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനപൂർവ്വം നടത്തുന്ന ജപമാല. ഒരു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ചിത്രകാരന്മാരാണ്. നമ്മൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രം വരയ്ക്കുന്നത് നമ്മളുടെ ആത്മാവാകുന്ന കാൻവാസിലാണ്. അവിടെ നമ്മൾ യേശുവിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്തുമാത്രം നമ്മൾ യേശുവിനെ ധ്യാനിച്ച് യേശുവിനെ ചൈതന്യം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നു, അത്രയ്ക്കും പൂർണ്ണമായി നമ്മൾ അവികലമായ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യും. അപ്പോൾ കൂടെ കൂടെ യേശുവിനെ കുറിച്ച് ധ്യാനിക്കുന്നവരാണ്, കൂടെ കൂടെ യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, യേശുവിനോട് കൂടുതൽ അടുക്കുവാൻ താല്പര്യം കാണിക്കുന്നവരാണ്. അപ്പം ജപമാല കൊണ്ട് സാധിക്കേണ്ടത് ഇതൊക്കെയാണ്. ഈ ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് തുടർച്ചയായി ധ്യാനിച്ച് അത് നാം അറിയാത്ത യേശുവിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ രീതിയാണ് ജപമാല, ദൈവിക രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാനം. ഇതുപോലെ
മഹിമയ്ക്കടുത്ത രഹസ്യങ്ങൾ, അവിടുത്തെ ഉദ്ധാനം, അവിടുത്തെ സ്വർഗാരോഹണം, പിന്നീട് മാതാവിൻ്റെ സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ വരവ്, മാതാവിൻ്റെ സ്വർഗാരോഹണം, മാതാവിൻ്റെ കിരീടധാരണം, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ വിഷയമാകും. പ്രത്യേകിച്ച് കർത്താവിനെ കുറിച്ചും പരിശുദ്ധാവിനെ കുറിച്ചും അതിനുശേഷം മാതാവിനെ കുറിച്ച് 2 രഹസ്യം കൂടി ചേർത്തിരിക്കുന്നത്. കർത്താവിനോട് ഇത്രയേറെ സഹകരിച്ച മാതാവിൻ്റെ പ്രവർത്തനത്തിന് ദൈവം നൽകുന്ന അംഗീകാരം, അതിൻ്റെ ഒരു ശക്തമായ അടയാളമാണ്. മാതാവ് ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഭൂമിയുടെയും ത്രിലോകരാജ്ഞിയായി മാതാവ് മുടിധരിപ്പിക്കപ്പെട്ടു എന്നതൊക്കെ. അപ്പോൾ ആ മഹത്വത്തെ നമ്മൾ പങ്കുചേരേണ്ടവരാണ്. ഈ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതോറും, കൂടുതൽ ശക്തമായി ധ്യാനിക്കുന്നതോറും നമ്മിൽ ആ ഒരു മാതാവിൻ്റെ കൂടെ ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കും, യേശുവിനെ ആരാധിക്കും. ആ ഒരു ഉറപ്പ് നമ്മിൽ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ജപമാല. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമ്മൾ ജപമാല ചൊല്ലുവാൻ, ജപമാലയിലെ ആ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ, അത് നമ്മളുടെ ഹൃദയത്തിൽ ആഴമായി പതിച്ചെടുക്കുവാൻ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ ആഴമായി പതിച്ചെടുക്കണം എന്നത് പരമ്പരാഗതമായുള്ള സഭയുടെ ഒരു ആഗ്രഹം തന്നെയാണ്. കുരിശിന് വഴി ചൊല്ലുമ്പോൾ നമ്മൾ മതം പറയുന്നു, പരിശുദ്ധ മാതാവേ, യേശുമിശിഹായുടെ തിരുമുറിവുകൾ, പങ്കപ്പാടുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അങ്ങനെ പതിപ്പിച്ചുറപ്പിക്കാൻ സഹായിക്കുന്നതാണ് പങ്കപ്പാട് മാത്രമല്ല, അവിടുത്തെ ജീവിതം മുഴുവൻ, ജീവിത രഹസ്യം മുഴുവൻ ജപമാല നമ്മെ അതിന് സഹായിക്കുന്നു. അപ്പോൾ മാതാവിൻ്റെ ഈ പ്രത്യേകമായ പ്രാർത്ഥനാ രീതി, പ്രാർത്ഥന രൂപം, ജപമാല സ്വീകരിച്ചുകൊണ്ട് അത് വേണ്ട വിധത്തിൽ ചൊല്ലിക്കൊണ്ട്, ജപമാല അപൂർണമാണ്, അവ്യക്തമാണ്, ബൈബിളിന് അധിഷ്ഠിതമല്ല, പ്രാർത്ഥനയില്ല, വെറും വാച കസർത്താണ് എന്നിങ്ങനെയൊക്കെയുള്ള അബദ്ധ പഞ്ചര്യമായ പഠനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വേണ്ട വിധത്തിൽ ജപമാല പ്രാർത്ഥിക്കുവാൻ പഠിക്കുക. തീർച്ചയായും നമ്മളെല്ലാവരും ആത്മീയമായി വളരും. മാതാവ് നമ്മെ വളർത്തും. മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കും. നമ്മളുടെ ധ്യാന വിഷയം, ധ്യാന ജീവിതം, ധ്യാനാത്മകത നമ്മിൽ വളർന്നു വരികയും ചെയ്യും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ 5 ദിവസങ്ങളായി ദിവസവും നമ്മോടുകൂടി ആയിരിക്കുവാൻ തിരുമനസ്സായിക്കൊണ്ട് തൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും അനുഗ്രഹവും നൽകുന്നതിനായി നമ്മോടുകൂടി ആയിരിക്കും തിരുമനസ്സായ ദിവ്യനാഥൻ്റെ സന്നിധിയിൽ ഈ ധ്യാനത്തിൻ്റെ സമാപന ഈ മണിക്കൂറിൽ നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടും ഈ ദിവസങ്ങൾ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനുമായി നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ, ദൈവം നമ്മോടുകൂടെ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുവിനെ നമുക്ക് ഭക്തിയോടുകൂടി ആരാധിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുകയും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യാം. ഈ 5 ദിവസങ്ങളായി കുറേയേറെ കാര്യങ്ങൾ അവർ നമ്മെ അനുസ്മരിപ്പിച്ചു, അവർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ആന്തരികമായ ജീവിതത്തിനെ വളർത്തുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങളും സന്ദേശങ്ങളും അവർ നമുക്ക് നൽകുകയും ചെയ്തു. നമ്മൾ ഇന്ന് പ്രത്യേകമായും ജപമാല മാതാവ് പരിശുദ്ധ അമ്മ നൽകിയ ആ ദിവ്യമായ അനുഗ്രഹം സമ്മാനം എങ്ങനെയാണ് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതെന്ന് ചിന്തിക്കുവാൻ സഹായിക്കുന്ന ചില ചിന്തകളും ചില ഉൾക്കാഴ്ചകളും നമ്മുടെ മുമ്പിൽ നമുക്കായി അവതരിപ്പിക്കുകയായിരുന്നു. ഈ ദിവ്യമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ ആഴമായി അനുഭവിക്കുവാൻ ഇട നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മാതാവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൂടെ ആയിരിക്കുവാൻ അയോഗ്യരായ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അവസരം നൽകിക്കൊണ്ട് ഞങ്ങളെ ധന്യരാക്കുന്നതിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ലവനായ യേശുവേ, ഇനിയും അങ്ങ് ഈ ധ്യാനത്തിൻ്റെ ചൈതന്യം തുടർന്നുകൊണ്ട് പോകുവാൻ എന്നതിന് ഫലമായി ഞങ്ങൾ ലഭിച്ച അനുഭവങ്ങൾക്കും ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും അനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതശൈലിയെയും മാതാവിനോടുള്ള ഭക്തിയെയും തിരുവത്തിരിയത്തോടുള്ള ഭക്തിയും ജപമാല ഭക്തിയും വളരെയേറെ ശ്രേഷ്ഠമായ വിധം വളർത്തിയെടുത്തുകൊണ്ട് അങ്ങ് മാതാവിനെ പിഞ്ചൊല്ലുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി കർത്താവ് യേശുവേ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമെന്ന്, പ്രത്യേകിച്ചും ജപമാലയിലൂടെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ക്രമാനുഗതമായി അനിശ്ചിതമായി അങ്ങയോട് വളർന്നു വരുവാൻ, അങ്ങിലേക്ക് അടുക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ മക്കൾക്ക് അനുയോജ്യരായി തീരുവാൻ, അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആശങ്കകളും ഉത്കണ്ഠകളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം നല്ല യേശുവേ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെങ്ങ് സ്വീകരിക്കണമേ. സമ്പൂർണമായ ആന്തരിക സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ പ്രതിസന്ധികളെല്ലാം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം ആകുന്നു കൂടുതൽ കൂടുതൽ സ്വതന്ത്രമായി
അങ്ങിലേക്ക് വളരുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതിനായി ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കൃപയായിരിക്കണമേ. പരിശുദ്ധ അമ്മയിലൂടെ അവൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹം ഞങ്ങളിലേക്ക് സൗഹൃദമായി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി, ഞങ്ങൾക്ക് സൗഖ്യം നൽകുവാനായി, ഞങ്ങൾ പുതിയ സൃഷ്ടിയിലാക്കി ഉയർത്തുന്നതിനായി, ഞങ്ങൾ പുതിയ ആത്മീയ ജീവൻ നിക്ഷേപിക്കുന്നതിനായി നല്ല ഈശോയെ, അവൻ ഞങ്ങളിലേക്ക് കടന്നു വരികണമേ. ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും സ്നേഹത്തോടെ ഭക്തിയോടെ അങ്ങയെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആത്മാർത്ഥമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് കടന്നു വരികണമേ. ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, യേശുനാഥാ, സ്നേഹനാഥാ. സ്നേഹസ്വരൂപനായ ഈശോയെ, ദിവികാരുനാഥനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയോട് സംസാരിക്കുന്നതിനും അങ്ങേ ആരാധിക്കുന്നതിനും ഞങ്ങൾക്ക് നൽകിയ ഈ ദിവ്യമായ അവസരത്തെ ഓർത്തും അനുഗ്രഹത്തെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഞങ്ങൾ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ചൈതന്യം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ വളരുവാനുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ യേശുവേ, എല്ലാ വിധത്തിലും ഞങ്ങളെ അങ്ങിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു. ഞങ്ങളുടെ വലിയ പ്രവർത്തനം ഞങ്ങൾ തുടരുന്നതിന് വേണ്ടി വീണ്ടും അങ്ങ് കടന്നു വരയണമേ. അങ്ങയെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, യേശുനാഥാ, സ്നേഹം നൽകിടുവാൻ. കർത്താവായ യേശുവേ, അങ്ങ് അനന്തമായ സ്നേഹം തന്നെയാണ്. അങ്ങ് ഞങ്ങളെ അനന്തമായ സ്നേഹത്താൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വലിയ സ്നേഹത്തിന് പ്രതിനിധിയായി അങ്ങയെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പന നൽകിയിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ഞങ്ങൾ എത്രയും അകലെയാണ് എന്ന് ഞങ്ങൾ ഖേദപൂർവ്വം ഏറ്റുപറയുന്നു. നല്ലവനായ ഈശോയെ, ഞങ്ങളിലെ ഈ അപാകത നികത്തുവാൻ പരിഹരിക്കുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് സ്നേഹമായി ഞങ്ങളിലേക്ക് കടന്നു വരികണമേ. ഞങ്ങളുടെ സ്നേഹത്തെ അങ്ങ് പൂർണ്ണമാക്കണമേ. ഞങ്ങളുടെ സ്നേഹത്തിലെ പോരായ്മകൾ പരിഹരിച്ച് സർവശക്തിയോടെ അങ്ങ് സ്നേഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്നേഹനാഥാ, ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ
വാവായേശുനാഥ സ്നേഹം നൽകിടുവാൻ. നല്ലവനായ യേശുവേ, ശാന്തി സ്വരൂപനായ അങ്ങ് ഞങ്ങളിലെ ഹൃദയത്തിലെ അശാന്തികളും അസമാധാനവുമെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കണമേ. അങ്ങയുടെ സമ്പൂർണമായ ആന്തരിക സൗഖ്യത്തിൻ്റെ സ്പർശനം ഞങ്ങൾക്ക് ലഭിച്ചാലേ ഈ മനസ്സിൻ്റെ ശാന്തത കൈവരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കൂ എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. കർത്താവ് യേശുവേ, ഇളയുമറിയുന്ന കടലിനെ പോലും ഒരു വാക്കുകൊണ്ട് ശാന്തമാക്കുവാനും സ്വസ്ഥമാക്കുവാനും ശക്തിയുള്ളവനാണെന്ന് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നല്ലവനായ യേശുവേ, ഇളയുമറിയുന്ന കടലിനേക്കാൾ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, മാനസിക അവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരികണമേ. ഞങ്ങൾ ശാന്തി നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാവായേശുനാഥ വാവസ്നേഹനാഥ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ നീ. വാവായേശുനാഥ ശാന്തി നൽകിടുവാൻ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് സമ്പൂർണ്ണ ജീവൻ നൽകുവാൻ കഴിവുള്ളവനായ ആത്മീയ വിഷഗുരനാണ് അങ്ങ് എന്ന് ഞങ്ങൾ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. നല്ല യേശുവേ, അത് ഞങ്ങളിലേക്ക് കടന്നു വരികയാണമേ. വിവിധങ്ങളായ രോഗങ്ങളാലും അസ്വസ്ഥതകളാലും വളരെയേറെ വലയുന്നവരാണ് അങ്ങേ തിരുമുമ്പിൽ ആരാധനയ്ക്കായി അണിഞ്ഞിരിക്കുന്ന എല്ലാവരും തന്നെയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നല്ലവനായ യേശുവേ, അങ്ങേ തൃക്കരം നീട്ടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. അങ്ങയുടെ സൗഖ്യം ഞങ്ങൾക്ക് നൽകണമേ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ചവരായി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനം ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വാവായേശുനാഥ വാവസ്നേഹനാഥ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ നീ. വാവായേശുനാഥ സൗഖ്യം നൽകിടുവാൻ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പോരായ്മകളും, എല്ലാ ബലഹീനതകളും, കുറവുകളും, ന്യൂനതകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. സമ്പൂർണമായ ജീവൻ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ എല്ലാ വിധത്തിലും, എല്ലാ മേഖലകളിലും അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ടും അങ്ങേ ആരാധിച്ചുകൊണ്ടും അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്ക വിധം സമ്പൂർണമായ ജീവൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാവായേശുനാഥ വാവസ്നേഹനാഥ ഹൃദയം തേടിടും സ്നേഹമേ നീ. ഓ സ്നേഹമേ നീ. വാവായേശുനാഥ ജീവൻ നൽകിടുവാൻ. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഞങ്ങൾ കാണിച്ചു തന്നു. ഇതാ നിന്റെ അമ്മ എന്ന് ഞങ്ങൾ ഓരോരുത്തരോടുമായി അങ്ങ് പറഞ്ഞു. നല്ലവനായ യേശുവേ, ഈ വലിയ സമ്മാനത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അമ്മയോട് ചേർന്ന് നിൽക്കുവാൻ, ഈ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം എന്നും അനുഭവിക്കുവാൻ
അമ്മ നൽകുന്ന സഹായങ്ങൾ, പ്രത്യേകിച്ചും തിരുവുത്തിരിയും ജപമാലയും സ്നേഹത്തോടുകൂടെ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് യഥാവിധി വിനിയോഗിച്ചുകൊണ്ട് വിശുദ്ധിയിലും സ്നേഹത്തിലും അങ്ങയോടുള്ള ഐക്യത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുനാഥാ, സ്നേഹനാഥാ, ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, യേശുനാഥാ, സൗഖ്യം നൽകിടുവാൻ. ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ മനസ്സിൽ നിശബ്ദമായി ആരാധിക്കാം. അവർ നമ്മിൽ ഓരോരുത്തരും വന്ന് വാസമുറപ്പിക്കണമേ എന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന അടുത്തും വിദൂരത്തുമായി നിലകൊള്ളുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അങ്ങേ തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അങ്ങേ തൃക്കരങ്ങൾ നീട്ടി എല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അങ്ങ് പ്രത്യേകമായി സ്വീകരിക്കണമേ, കൈക്കൊള്ളണമേ. ഒരു നിമിഷമാവിനുമായി പ്രാർത്ഥിക്കാം. ഏറ്റം മഹത്താം കൂദാശേ, നിയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾക്കെഴും പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസം ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും അവേദം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വേക ദൈവമാമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ധ്യാനം ഇതോടെ സമാപിച്ചു. ഇങ്ങനെയൊരു ധ്യാനം നടത്തുവാൻ സാധിച്ചതിൽ വളരെയേറെ സംതൃപ്തിയും ചാരിതാർത്ഥ്യവുമുണ്ട്. തീർച്ചയായും അനുഗ്രഹപ്രദമായ ഒന്നായിരുന്നു ഇത്. സഹകരിച്ച എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിലൂടെ പ്രത്യേകമായും സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ കടന്നു വന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛൻ, CRC ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ അഗസ്റ്റിൻ അച്ഛൻ, പ്രൊഫസറായ ഫാദർ ജോസി കുര്യാപ്പള്ളി, ഇവർ രണ്ടുപേരെയും പ്രത്യേകമായി നന്ദിയോടെ ഇന്ന് അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം ഈ 5 ദിവസവും
വളരെ അർപ്പണബോധത്തോടുകൂടി സന്തോഷത്തോടുകൂടി ക്യാമറ പ്രവർത്തിപ്പിച്ച് സഹായിച്ച ക്യാമറമാൻ കുഞ്ഞുമോന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ 5 ദിവസവും ജ്ഞാനശുശ്രൂഷ നടത്തിയ AGT സാറിനും ടീമിനും പ്രത്യേകമായി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം, കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ധ്യാനത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കച്ചിൽ പൊതിഞ്ഞ് നിങ്ങളേവരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ.